ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, പ്രതിവാര രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ തിരക്കിലാണ്. ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ലഹരി കാർന്നിന്നുന്ന മനുഷ്യനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 1987 ജൂൺ 26 ലോകവ്യാപകമായി ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത്. മയക്കുമരുന്ന് ഇന്ന് പുതിയ തലമുറയെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കൗതുകത്തിന് തുടങ്ങി അതൊരു ദുശീലമായി തുടർന്ന് കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കുകയാണ്. കുട്ടികളുടെ ഇടയിലാണ് വ്യാപകമായി നമ്മൾ കാണുന്നത്. ഇന്ന് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി ഈ ലഹരി ഉപയോഗം മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും ആധുനിക കാലത്ത് അതിന്റെ ഏറ്റവും പുതിയ വേർഷനുകളാണ് നമ്മൾ കാണുന്നത്. സിന്തറ്റിക് ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ആദ്യകാലത്ത് മദ്യവും മയക്കുമരുന്നും പുകയിലയൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്ന് അത് ഏറ്റവും അത്യന്താധുനികമായ, ഏറ്റവും മാരകമായ അപകടം നിറയ്ക്കുന്ന രാസലഹരിയിലാണ് ഇന്ന് അത് എത്തി നിൽക്കുന്നത്. ഒറ്റത്തവണത്തെ ഉപയോഗം മതിയാവും അത് അടിമയായി തീരാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ജനങ്ങളും, എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ പുതിയ തലമുറയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. SDPI ലഹരി വിരുദ്ധ പ്രചരണത്തിന് എക്കാലവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ജില്ലയിൽ ഉടനീളം ഞങ്ങൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് വിപുലമായ പരിപാടികൾ നടത്തിയത്. നമുക്കറിയാം, മദ്യം ഇന്ന് ലഹരിയുടെ ഗണത്തിൽ വരാത്ത രീതിയിലാണ് ഗവൺമെന്റ് അതിനെ സമീപിക്കുന്നത്. സുതാര്യമായി മദ്യം ഒഴുക്കുന്ന ഒരു നയമാണ് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. മദ്യവിരുദ്ധ ദിനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5ാം ഘട്ടം ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വൃഥാവിലായി പോകുന്നത് ആത്മാർത്ഥമായ സമീപനം ഈ ലഹരി വിരുദ്ധ പ്രവർത്തന കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു വശത്ത് ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തുകയും മറുവശത്ത് മദ്യഷാപ്പുകൾ നിർബാധം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത്. അത് തിരുത്തിയേ മതിയാകൂ എന്നാണ് SDPയുടെ സുനിശ്ചിതമായ അഭിപ്രായം. കാലവർഷം ശക്തി പ്രാപിച്ചപ്പോൾ മഴക്കെടുതിയും പ്രകൃതി ദുരന്തങ്ങളും നമ്മെ തേടി വരികയാണ്. 2018 പ്രളയത്തിന് ശേഷം പെരുമഴക്കാലം നമുക്കൊരു ഭീതി ഉണ്ടാക്കുന്നുണ്ട്. SDPI എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസം ആലുവയിൽ വളണ്ടിയർ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. സമർപ്പണം എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. 1000-ഓളം വരുന്ന SDPയുടെ വളണ്ടിയേഴ്സിനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളായി തിരിച്ച് ഈ മഴക്കെടുതിയെ, അതിൽ നിന്നും വരുന്ന പ്രകൃതി ദുരന്തങ്ങളെ റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസിയാണ് ഉദ്ഘാടനം ചെയ്തത്. വളരെ ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു നടന്നത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ജനങ്ങളുടെ സമർപ്പിതരായ SDPയുടെ പ്രവർത്തകരെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഞങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സേവന സജ്ജരായി വിന്യസിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് അതിദരിദ്രരുടെ പട്ടിക ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 12,326 കുടുംബങ്ങളാണത്രേ കേരള സംസ്ഥാനത്ത് ആകെ അതിദരിദ്രരായിട്ടുള്ളൂ എന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. വളരെ അതിശയോക്തിപരമായ കണക്കാണത്. എറണാകുളം ജില്ലയിൽ 10% പേര് ഉണ്ടെന്നാണ് പറയുന്നത്. 12,223 പേർ അതിദരിദ്രരാണത്രേ. ഈ കണക്കിനെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കണക്ക് പഠിച്ചുകൊണ്ട് സംസ്ഥാന ആസൂത്രണ വകുപ്പിന് സർവേ പുറത്തുവന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വലിയ ഭീമമായ കടക്കണിയിൽ പെട്ടിരിക്കുന്ന ആളുകളാണ് അത്രയും. വായ്പാ കുടിശ്ശിക, വീട് വെക്കാനും മക്കളുടെ വിവാഹത്തിനും ചികിത്സാ സഹായത്തിനൊക്കെ വേണ്ടി ബാങ്കിൽ നിന്ന് ഭീമമായ സംഖ്യ വായ്പ എടുത്ത് കുടിശ്ശിക വരുത്തിയവരാണ് ഇതിൽ മഹാഭൂരിപക്ഷം പേരും. അതുതന്നെ സഹകരണ ബാങ്കുകളിൽ നിന്ന് ആണ് ഈ വായ്പകൾ ഭൂരിപക്ഷം പേരും എടുത്തിട്ടുള്ളതാണെന്നാണ് മനസ്സിലാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സഹകരണ ബാങ്കുകളെ കുറിച്ച് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് നല്ല ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
കരുവന്നൂര്, തൃശ്ശൂർ ജില്ലയിലെ, എറണാകുളം ജില്ലയും മോശമൊന്നുമല്ല. അങ്കമാലി അർബൻ ബാങ്ക് തട്ടിപ്പ് വലിയ വിവാദമാണ്. 115 കോടി രൂപയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ആളുകളും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വ്യാജ വായ്പ സൃഷ്ടിച്ചുകൊണ്ട് തട്ടിയെടുത്തത്. പെരുമ്പാവൂർ അർബൻ ബാങ്കിനെ കുറിച്ചും വിവാദങ്ങളും ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളുണ്ട്. അതിനെയും കേസ് നടക്കുകയാണ്. പുതുതായി നാറമ്പള്ളി സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പ് നടത്തി എന്ന് ആക്ഷേപമുയർന്നിരിക്കുന്നു. വിജിലൻസ്, സഹകരണ വിജിലൻസ് അന്വേഷണം നടത്തി കണ്ടെത്തിയത്രേ. വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ പരാതി പോയി അന്വേഷണം തുടരുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സഹകരണ ബാങ്കുകൾ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയാണ് നേരത്തെ മുതൽ ഇവിടെ കേരള സംസ്ഥാനത്ത് വേരൂന്നിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം പല സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തടിച്ചു വീർക്കാനും അഴിമതി നടത്താനുള്ള ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് ഈ ബാങ്കുകളെ കൊള്ളയടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കേണ്ട ഒരു പ്രക്രിയ, അത് ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമാണ് സഹകരണ മേഖല സംശുദ്ധീകരിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്ന കൊച്ചി മെട്രോ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരുന്ന യാത്രാ പാസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും അല്പം പണം അധികം കൊടുക്കേണ്ടി വരുന്നു എന്നത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. കുട്ടികൾക്ക് യാത്രാ ക്ലേശത്തിന് ഒരു പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിലെ രാഷ്ട്രീയ വിശകലന പരിപാടികൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.